നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഓണത്തിന് ഒരു കുട്ട പൂവ് പദ്ധതിയുമായി എലിക്കുളം കൃഷിഭവൻ. ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലിച്ചെടി കൃഷി ചെയ്യും. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ വഴിവിളക്കുകൾ ഭൂരിഭാഗവും തകരാറിൽ. വാറന്റി കാലാവധി കഴിഞ്ഞു. രാത്രികാല യാത്ര ബുദ്ധിമുട്ടിൽ. കോട്ടയം തിരുനക്കര സ്റ്റാൻഡിൽ നിയന്ത്രണമില്ലാതെ ബസ്സുകൾ പാഞ്ഞു കയറുന്നു. ഡിവൈഡർ സംവിധാനമില്ല. യാത്രക്കാർ നടക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ച്. ട്രാഫിക് പോലീസും സ്ഥലത്തില്ല. വാർത്തകൾ വിശദമായി. ഓണത്തിന് ഒരു കുട്ട പൂവ് പദ്ധതിക്ക് എലിക്കുളം പഞ്ചായത്തിൽ തുടക്കം. പനമറ്റത്തെ വിവിധ കൃഷിയിടങ്ങളിലായി 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യും. ഓണക്കാലത്ത് പൂക്കളം ഒരുക്കുന്നതിനായി ഓണക്കാലത്ത് ഒരു കുട്ട പൂവ് പദ്ധതിക്ക് എലിക്കുളം പഞ്ചായത്തിൽ തുടക്കം. എലിക്കുളം കൃഷിഭവന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. തളിർ, ചെണ്ടുമല്ലി എന്നീ ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിലാണ് പനമറ്റത്തെ വിവിധ കൃഷിയിടങ്ങളിലായി 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. പനമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമുള്ള മുടവനാട്ട് ഡോക്ടർ ജയചന്ദ്രന്റെ പുരയിടത്തിൽ എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വാടാമ്പുല്ല് ഇപ്പോൾ ഒരു വീട്ടിലും കാണാനില്ല. വാടാമ്പുല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാടാമ്പുല്ല് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഓണത്തിന് വാടാമ്പുല്ല് ഞാനിത് സാറിന് പറയാം, വാടാമ്പുല്ല് കൃഷിയും കൂടെ നമുക്ക് ഇതിനോട് സംയോജിപ്പിച്ച് നടത്താമെങ്കിൽ തൈ ഇപ്പോൾ ഒരിടത്തുമില്ല. ഞാൻ പലയിടത്തും നോക്കി. ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ 2-3 ദിവസമായിട്ട് പല വീടുകളിൽ വാടാമ്പുല്ല് നോക്കി. ഒരിടത്തും വാടാമ്പുല്ല് കിട്ടാനില്ല. ഉണ്ടോ? വാടാമ്പുല്ല് കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ഇതിൻ്റെ പൂ വിളവെടുപ്പ് നല്ല സന്തോഷത്തോടെ നമുക്ക് അടിപൊളിയായിട്ട് നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നടത്തുന്നു. നന്ദി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ഷാജി അധ്യക്ഷത വഹിച്ചു. എലിക്കുളം കൃഷി ഓഫീസർ പ്രവീൺ കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വഴിവിളക്കുകളുടെ പ്രൗഢിയിലായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. 1000-ലധികം വഴിവിളക്കുകളാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉണ്ടായിരുന്നത്. എന്നാൽ വാറന്റി കാലാവധി കഴിഞ്ഞതോടെ ഭൂരിഭാഗവും തകരാറിലാണ്. ഇതോടെ ഇതുവഴിയുള്ള രാത്രികാല യാത്രയും ബുദ്ധിമുട്ടിലായി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ 55 കിലോമീറ്റർ ദൂരത്തിൽ 45 മീറ്റർ ഇടവിട്ട് ഇരുവശങ്ങളിലുമായി ഉയരമുള്ള തൂണുകളിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനലുകളും ബാറ്ററിയും ഒക്കെ ചേർന്ന വഴിവിളക്കുകൾ വാറന്റി കാലാവധി പിന്നിട്ടതോടെ പൂർണ്ണമായും തകരാറിലായി. ഇപ്പോൾ 2 വർഷത്തിലേറെയായി ഒരെണ്ണം പോലും തെളിയുന്നില്ല. വാഹനങ്ങളിടിച്ച് കേടായ വിളക്കുകൾക്കെല്ലാം 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ വാഹന ഉടമകളിൽ നിന്നും സർക്കാരിലേക്ക് നഷ്ടപരിഹാരം ഈടാക്കിയെങ്കിലും ഒന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒടിഞ്ഞ് വഴിയിൽ കിടക്കുന്ന തൂണുകളിൽ നിന്ന് ബാറ്ററികൾ മോഷണം പോവുകയും ചെയ്തു. ബാറ്ററിയുടെയും പാനലിന്റെയും തകരാർ മൂലം ബാക്കി വഴിവിളക്കുകളും പ്രവർത്തനരഹിതമായി. നിരവധി ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും തദ്ദേശ സ്ഥാപനങ്ങളും നിരന്തരം പരാതി നൽകിയിട്ടും വഴിവിളക്കുകൾ നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുത്തിട്ടില്ല. കെൽട്രോൺ, അനർട്ട് തുടങ്ങിയ ഏതെങ്കിലും ഏജൻസിക്ക് പരിപാലന ചുമതല നൽകുന്ന കാര്യം ആലോചിച്ചെങ്കിലും തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. രാത്രി വെളിച്ചമില്ലാത്തതിനാൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ശബരിമല തീർത്ഥാടന കാലയളവിലായിരുന്നു ഏറെയും. ഹെഡ്ലൈറ്റിന്റെ തീവ്രപ്രകാശത്തിൽ വഴിയാത്രക്കാരെ ഡ്രൈവർമാർക്ക് കാണാനാകില്ലെന്നതാണ് പ്രശ്നം. കോടികൾ മുടക്കി ഹൈവേയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടതിനാൽ പിന്നീട് പരിധിയിലെ പഞ്ചായത്തുകളൊന്നും റോഡിൽ വഴിവിളക്കുകൾക്കായി ഫണ്ട് മാറ്റിവെച്ചില്ല. MP ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ഏതാനും ഹൈമാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകൾ പ്രധാന കവലകളിൽ സ്ഥാപിച്ചത് മാത്രമാണ് പിന്നീടുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയതോടെ അപകട സാധ്യതയുമേറി. നിയന്ത്രണമില്ലാതെയാണ് ബസ്സുകൾ പാഞ്ഞു കയറി വരുന്നത്. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് സജീവമായതോടെ അപകട സാധ്യതയുമേറി. നിയന്ത്രണമില്ലാതെയാണ് സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറി വരുന്നത്. ഡിവൈഡർ സംവിധാനം ഇല്ലാത്തതിനാൽ 3 വരിയായാണ് ബസ്സുകൾ കയറി വരുന്നത്. ഒരു ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ കൃത്യമായി അടുത്ത ബസ്സിന്റെ മുന്നിലാണ് എത്തുന്നത്. പ്രായമായവർ ഉൾപ്പെടെ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മുൻപ് 2 വരിയാക്കി ഡിവൈഡർ ഉണ്ടായിരുന്നു. ബസ്സുകൾ ഒരു വശത്ത് മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. എന്നാൽ നഗരസഭ കോംപ്ലക്സ് പൊളിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഡറും പൊളിച്ചു നീക്കിയിരുന്നു. മുന്നിലെ ബസ്സുകൾ ഏറെ സമയം നിർത്തിയിടുന്നത് ടെമ്പിൾ റോഡിന്റെ ഗതാഗതക്കുരുക്കിന് കാരണമായിട്ടുണ്ട്. ഇവിടെ ട്രാഫിക് പോലീസും ഇല്ല. സ്റ്റാൻഡ് പുനരാരംഭിക്കുമ്പോൾ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നെങ്കിലും നടപടിയില്ല. കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്ന ഏജൻസിയോട് ഇക്കാര്യം ആവശ്യപ്പെടാനാണ് ധാരണ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരിയെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയുമായി പൊൻകുന്നത്ത് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്. ചിറക്കടവ് SRV NSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്.
ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചിറക്കടവ് SRVNSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. പൊൻകുന്നം ടൗണിലായിരുന്നു ഫ്ലാഷ് മോബ്. കുട്ടികളിലെയും യുവാക്കളിലെയും ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയായിരുന്നു ലക്ഷ്യം. അധ്യാപികയും ലഹരിവിരുദ്ധ ക്ലബ്ബ് കൺവീനറുമായ വീണ പരിപാടിക്ക് നേതൃത്വം നൽകി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നിജുമോനസ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ AR അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ നമ്മുടെ സംസ്ഥാനം മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ പഞ്ചാബിനോളം ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പഞ്ചാബിനേക്കാൾ മുന്നിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിപ്പെടാനുള്ള സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ നടപ്പാക്കുന്ന എല്ലാ പ്രവൃത്തികളും ഏകദേശം വിമുക്തി പോലെയുള്ള പ്രവൃത്തികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ വിമുക്തിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഡി അഡിക്ഷൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ രക്ഷപ്പെടാൻ കഴിയുമെന്നും നേരത്തെ പഞ്ചാബിന്റെ തൊട്ടു താഴെയുള്ള 4 സംസ്ഥാനങ്ങളുടെ താഴേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നും ഒരു പ്രത്യാശയും പ്രതീക്ഷയുമുണ്ട്. കായിക ലഹരിയെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ലഹരിയിൽ നിന്നും വിമുക്തമാകുവാൻ നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലത്തിന്റെ പ്രവേശന പാത നിർമ്മാണത്തിന് തുടക്കം. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന തരത്തിൽ അപ്രോച്ച് സ്പാൻ മാതൃകയിലാണ് പ്രവേശന പാത പണിയുന്നത്. തിരക്കേറിയ കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലത്തിന്റെ പ്രവേശനപാത നിർമ്മാണത്തിന് തുടക്കമായി. പൈലുകൾ നിർമ്മിക്കുന്ന ജോലികളാണ് പുനരാരംഭിച്ചത്. നിലവിൽ പാലം നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിലും പ്രവേശനപാതയുടെ നിർമ്മാണം കഴിഞ്ഞ മാർച്ചിന് ശേഷം അനിശ്ചിതത്വത്തിലായിരുന്നു. പഴയ പാലം പൊളിച്ചപ്പോൾ ഗതാഗതത്തിനായി നിർമ്മിച്ച സർവീസ് റോഡ്, അനുബന്ധ നിർമ്മാണം എന്നിവയുടെ പ്രവർത്തനങ്ങളുടെ ബില്ല് കുടിശ്ശികയായതിനെ തുടർന്നാണ് പ്രവേശനപാതയുടെ നിർമ്മാണം കരാറുകാരൻ നിർത്തിവെച്ചത്. വെള്ളപ്പൊക്കം, പ്രളയം തുടങ്ങിയവയെ അതിജീവിക്കുന്ന തരത്തിൽ അപ്രോച്ച് സ്പാൻ മാതൃകയിലാണ് ഇവിടെ പ്രവേശനപാത നിർമ്മിക്കുന്നത്. 42 പൈലുകൾക്ക് മുകളിലായി ഇരുവശങ്ങളിലും 6 സ്പാനുകളിലാണ് പ്രവേശനപാത പണിയുന്നത്. നിലവിൽ 26 പൈലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 16 പൈലുകൾ നിർമ്മിക്കുന്ന ജോലികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 9 മാസം മുതൽ 12 മാസം വരെയുള്ള കാലയളവിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് പഞ്ചായത്തിലെ കോയിപ്പള്ളി മേഖലയിൽ നിന്നും വിജയിച്ച കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു. മേഖലയിൽ നിന്നുള്ള 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു. ശാന്തിഗ്രാമിൽ ചേർന്ന അനുമോദന യോഗം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ IS രാമചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സേതുനാഥ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, CPM ലോക്കൽ സെക്രട്ടറി KK സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU പാലാ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി V ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡ് പിൻവലിക്കുക, മിനിമം വേതനം 26,000 രൂപയായി നിശ്ചയിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 10 വർഷമായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 10 അവകാശ ദിനമായി ആചരിച്ചുകൊണ്ട് CITU പാലാ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ധർണയും നടത്തി. കുരിശുപള്ളി കവലയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായ പണിമുടക്കടക്കമുള്ള നിരന്തരമായ പ്രക്ഷോഭം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ തൊഴിലാളി വർഗം നടത്തുകയാണ്. ആ തൊഴിലാളി വർഗത്തിന്റെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് CITU ആയിരുന്നു. നരേന്ദ്രമോദി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് സംരക്ഷണ കവചമൊരുക്കുന്ന 40-ലേറെ വരുന്ന നിയമങ്ങൾ പാടെ ഇല്ലാതാക്കി 4 കോഡുകളാക്കി ചുരുക്കി. തൊഴിലാളികൾക്ക് 4 നിയമങ്ങൾ മാത്രം മതി. തൊഴിലാളികൾക്ക് സംരക്ഷണ കവചമൊരുക്കുന്ന എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയ
നിയമത്തിനെതിരായുള്ള പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നീണ്ട സമരം. പാലാ ഏരിയ സെക്രട്ടറി TR വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഷാർലി മാത്യു, PM ജോസഫ്, MS ശശിധരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. KG ദേവസ്യ, KS പ്രദീപ് കുമാർ, K രാജേഷ് കുമാർ, MK കുഞ്ഞുമോൻ, ജനീഷ് MD, KS രാജു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. NSSന്റെ സംവരണ നിലപാട് സ്വാഗതാർഹമെന്ന് മാനവ ഐക്യവേദി. സർക്കാരുകൾ നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി വിഭാഗത്തെ അവഗണിക്കാതെ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സമഗ്രമായ സോഷ്യൽ സർവേ നടത്തണമെന്നും മാനവ ഐക്യവേദി ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ജാതി വിവേചനം കൂടാതെ സംവരണം കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ സാർ പറഞ്ഞിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ സത്യമല്ലേ? ഭരണഘടനാപരമായും ആർട്ടിക്കിൾ 16(4) അനുസരിച്ചും അതുപോലെ തന്നെ 92 സുപ്രീം കോടതി വിധി അനുസരിച്ചും സാമൂഹ്യമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിനാണ് സംവരണം കൊടുക്കേണ്ടത്. അവിടെ ജാതിപരമായിട്ട് ഏതെങ്കിലും ജാതിയിൽ ജനിച്ചതുകൊണ്ട് വിവേചനം പാടില്ല. അത് ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറി പറയുന്നത് വളരെ നിയമപരമായി തന്നെ ശരിയാണ്. അദ്ദേഹം വിവേചനത്തോടെ ആർക്കെങ്കിലും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ജാതി സംവരണം 56 മുതൽ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് 56-57 കാലഘട്ടം മുതൽ അത് അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നോക്ക വിഭാഗത്തിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അറിയിപ്പ്: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് ഫോൺ 7994449314. ഏലിക്കുളം കൃഷിഭവൻ വഴി കർഷക പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിനായി ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിൽ പോയി 2024 ഓഗസ്റ്റ് 24 മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കോട്ടയം ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ഓഗസ്റ്റ് 1 മുതൽ 2025 മാർച്ച് 31 വരെ മിൽമ ബൂത്ത് നടത്തുന്നതിന് ദർഖാസ് ക്ഷണിച്ചു. ജൂലൈ 19 ഉച്ചയ്ക്ക് 12:30 ദർഖാസുകൾ സമർപ്പിക്കണം. ഫോൺ 048125636611. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിന് ഒരു കുട്ട പൂവ് പദ്ധതിയുമായി എലിക്കുളം കൃഷിഭവൻ. ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലിച്ചെടി കൃഷി ചെയ്യും. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ വഴിവിളക്കുകൾ ഭൂരിഭാഗവും തകരാറിൽ. വാറന്റി കാലാവധി കഴിഞ്ഞു. രാത്രികാല യാത്ര ബുദ്ധിമുട്ടിൽ. കോട്ടയം തിരുനക്കര സ്റ്റാൻഡിൽ നിയന്ത്രണമില്ലാതെ ബസ്സുകൾ പാഞ്ഞു കയറുന്നു. ഡിവൈഡർ സംവിധാനമില്ല. യാത്രക്കാർ നടക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ച്. ട്രാഫിക് പോലീസും സ്ഥലത്തില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.